ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് ഒരു വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി എന്നും വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണെന്നുമാണ് മൊഴി. രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയാണ് SITക്ക് മൊഴി നൽകിയത്. 2019-2020 കാലയളവിലായി 4 വിഗ്രഹങ്ങൾ കടത്തി. പണം കൈമാറിയത് 2020 ഒക്ടോബർ 26-നെന്നും പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയാണ് വളരെ നിർണായകമായ മൊഴി ഇപ്പോൾ SITക്ക് നൽകിയിട്ടുള്ളത്. അവിടെയുള്ള ഈ കട്ടളപ്പാളിയും മറ്റ് ചെമ്പുപാളിയും ദ്വാരപാലക ശില്പപാളിയും മാത്രമല്ല, അവിടെയുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൂടി കടത്തിയിട്ടുണ്ട്, അത് വിറ്റിട്ടുണ്ട് എന്ന വളരെ നിർണായകമായ ഒരു മൊഴി നൽകിയിരിക്കുകയാണ്. ഡി മണി എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ ഡി മണി എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഡി മണി ആരാണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ഈ വ്യവസായി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഡി മണി എന്ന് പറയുന്നത് അയാളെ വിളിക്കുന്ന ഒരു പേരാണ്. അയാളുടെ ആക്ച്വൽ പേരെന്താണെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ഡി മണിയാണ്. അയാൾ ചെന്നൈ സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ ഇടനിലക്കാരനായി നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനാണ്. ഇത്തരത്തിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇവർക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ഈ വിവരങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ്. ഇതുവരെ നമ്മൾ കേട്ടെന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും തന്നെ കട്ടളപ്പാടിയും കൊണ്ടുപോയി അതിൻ്റെ അകത്ത് നിന്ന് സ്വർണം ഉരുത്തുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന വിഗ്രഹങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇതിന്റെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ചെന്നൈയിലുള്ള ആൾ പണവുമായിട്ട് തിരുവനന്തപുരത്തെത്തുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തിരുവനന്തപുരത്തെത്തുന്നു, ഈ ശബരിമലയുമായി ഉന്നത ബന്ധമുള്ള ഈ ആളും തിരുവനന്തപുരത്തെത്തുന്നു. അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഇവർ മീറ്റ് ചെയ്യുന്നു, ഈ കച്ചവടം പറഞ്ഞുറപ്പിക്കുന്നു, പണം ഇയാൾക്ക് കൈമാറുകയും ചെയ്യുന്നു. അതിനുശേഷം 4 തവണകളായിട്ട് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൈമാറിയെന്നാണ് പറയുന്നത്. ഇതുമായി ചില തെളിവുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇവർ ആ ഹോട്ടലിൽ വന്നതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. നേരത്തെ രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യവസായി അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിനെ കുറിച്ച് ഈ സംഘത്തിന് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ, അതിനെ തുടർന്ന് അതീവ രഹസ്യമായി SIT ഈ വ്യവസായിയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു നിർണായകമായ മൊഴി നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ആധികാരികത വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. കാരണം ശബരിമലയിൽ നിന്ന് ആരും അറിയാതെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തപ്പെടുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഇത് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അല്ലാതെ ഈ കടത്തൽ നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എന്ത് എന്നുള്ള അന്വേഷണത്തിലേക്കൊക്കെ ഇനി കാര്യങ്ങൾ പോകേണ്ടി വരും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുടെ കാര്യമൊക്കെ ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുന്നത്, ഇങ്ങനെ ഒരു മൊഴി അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരില്ലേ? SIT സമഗ്രമായ അന്വേഷണത്തിലോട്ട് നീങ്ങുകയാണ്. നേരത്തെ ഹൈക്കോടതി തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായി സാമ്യമുള്ള ഒരു ഓപ്പറേഷൻസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത്. കാരണം ഈ ശബരിമലയിൽ നിന്നുള്ള വിഗ്രഹങ്ങളുടെ ഉൾപ്പെടെ അതിന്റെ ഈ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കളക്ട് ചെയ്തിരുന്നു. അത് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ വെച്ച് ഈ ശബരിമലയിലെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ എന്ന പേരിൽ ഫേക്ക് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഉണ്ടാക്കുകയും അത് കച്ചവടം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം, അതാണ് ആ സംഘത്തിന്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻസ് ഇവിടെ നടന്നതായി സംശയിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് ഇവിടെയും കണ്ടുവരുന്നത് എന്നുള്ളൊരു ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയത്. അങ്ങനെയാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായി ഉള്ള ഒരു സാമ്യപ്പെടുത്തലൊക്കെ ഇതുമായി വരുന്നത്. എന്തായാലും അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്ന വ്യവസായി പറയുന്ന വിവരം ശരിയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും നാൾ കണ്ടതുപോലെയല്ല, ഇതിനപ്പുറത്തേക്ക് ഈ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വിഗ്രഹങ്ങളാണ് ശ്രീകോവിലിനകത്തായിരിക്കും. അപ്പോൾ മേൽശാന്തിമാരൊക്കെ അറിയാതെ അല്ലെങ്കിൽ പരികർമ്മികളൊക്കെ അറിയാതെ അത് നടക്കാനും ഇടയില്ലല്ലോ. അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇക്കാര്യത്തിൽ. ഇതില് നമുക്ക്
ആരുടെയും പേരെടുത്ത് ഇതിൽ പങ്കുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്ന യാതൊരു തരത്തിലുമുള്ള തെളിവുകളില്ല. പക്ഷേ സ്വാഭാവികമായും ഇങ്ങനെ മൊഴി വന്ന സാഹചര്യത്തിൽ പല ആളുകളുടെയും സംശയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം പങ്ക് സംബന്ധിച്ച് സംശയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അവരറിയാതെ പല ആളുകളും അറിയാതെ നീങ്ങുമോ അല്ലെങ്കിൽ കൊണ്ടുപോകുമോ എന്നുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അമിതമായ അധികാരം അവതരിപ്പിച്ചിട്ടുന്ന ആളാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് പോലും അദ്ദേഹത്തിന്റെ മുറി ഓഫീസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ വളർന്നു എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നുള്ള വിവരമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ആ രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ട് ഇത്തരം ഇടപാടുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന് ഉന്നത തലത്തിൽ ആരുടെയെങ്കിലും ബന്ധമുണ്ടെന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന മൊഴി പ്രകാരം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനാണ് ഇത്തരത്തിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു നൽകിയത്.